പെയിനുകളുടെ ഒക്കെ അവസ്ഥ എങ്ങനെയാ ഇപ്പൊ? പെയിൻ നല്ല നീ പെയിൻ ഉണ്ടായിരുന്നു. അത് നല്ല മാറ്റമുണ്ട്. പിന്നെ കാലില് സ്വെല്ലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ എണീക്കുമ്പോ ഒക്കെ ഫേസ് ഒക്കെ നല്ല പഫിനെസ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു 14 ഡേയ്സ് എനിക്ക് അത് ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫുള്ളി എൻഗേജ്ഡ് ആണല്ലോ. അപ്പൊ അത് ഒരു വിശപ്പ് തോന്നാനുണ്ട്, ഒരു ഗ്യാപ്പ് ഫുഡിനോടുണ്ട് ഒരു അപ്രോച്ച് മാറി. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും എന്റെ മൈൻഡിലെ ക്രേവിംഗ് ആണോ സ്റ്റമക്കിലെ ഒരു വിശപ്പാണോ എന്ന്. അത് അറ്റ്ലീസ്റ്റ് എനിക്ക് അല്ലെങ്കിൽ വെറുതെ അത് കണ്ട അത് എടുത്ത് കഴിക്കും, ഇത് കണ്ട ഇത് എടുത്ത് വെറുതെ അവിടെ പോവാന്ന് പറയുമ്പോൾ അവിടെ പോയി അത് കഴിക്കും. എന്റെ മൈൻഡ് ഭയങ്കര ഒരു റെസ്റ്റ്ലെസ് മൈൻഡാ. അപ്പൊ അത് മാക്സിമം എനിക്കിവിടെ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും ഞാൻ ഭയങ്കര ഒരു റെസ്റ്റ്ലെസ് ആയിട്ടുണ്ട് ഒരാളാണ്. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ലാസ്റ്റ് ഒരു 3-4 ഡേയ്സ് എനിക്ക് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. നമസ്തേ, ഡോക്ടർ ജെന്നിയാണ്. ഇന്ന് എന്നോടൊപ്പം സ്വപ്ന ചേച്ചി ഉണ്ട്. സ്വപ്ന ചേച്ചി കാസർഗോഡ് നിവാസിയാണ്. സ്ഥിരമായിട്ട് ഇപ്പൊ ദുബായിലാണ് കുറെ വർഷങ്ങളായിട്ട് അല്ലേ. ഇവിടെ 2 ആഴ്ചത്തെ ചികിത്സയ്ക്കൊക്കെ വന്ന് ഇപ്പൊ ഇന്ന് തിരിച്ചു പോവുകയാണ്. എന്തായാലും ജീവനത്തെ ഒന്ന് എങ്ങനെയാണ് സ്വപ്ന ചേച്ചിയുടെ കണ്ണിലൂടെ മനസ്സിലാക്കിയതെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഒന്ന് സ്വയം പരിചയപ്പെടുത്താം. ഞാൻ സ്വപ്ന. ഞാൻ ആക്ച്വലി നാട് കാസർഗോഡാണ്. പിന്നെ ഇപ്പൊ ഉണ്ടത് ദുബായിലാണ്. 2 കുട്ടികളും ഹസ്ബൻഡൊക്കെ ആയിട്ട് അവിടെ താമസിക്കാൻ. എങ്ങനെയാ ഇപ്പൊ പ്രകൃതി ചികിത്സയിലേക്ക് എത്തിയതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കുറെ കാലമായിട്ട് കണ്ടിട്ട് എന്നോട് ചോദിച്ചു, എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് തടി കൂടിയിട്ടുണ്ടല്ലോ അങ്ങനെ. അപ്പൊ പിന്നെ ഞാനത് അങ്ങനെ എത്ര ഇതാക്കിയിട്ടില്ല. പിന്നെ അതേപോലെ ഞാനൊരു ക്ലാസ്സിന് പോയി. ആ ക്ലാസ്സിന് പോയിട്ട് നമ്മളും ഇങ്ങനെ തടീന്റെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, നമിതാന്ന്. അങ്ങനെ അവള് ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2 വീക്സ് കിടന്ന് നല്ല ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ചേച്ചി അവിടെ ഒന്ന് പോയി നോക്ക്, ചിലപ്പോൾ ചേച്ചീൻ്റെ തൈറോയിഡൊക്കെ ചിലപ്പോൾ തൈറോയിഡ് ഇഷ്യൂസ് ആയിട്ടെന്ന് തോന്നുന്നു. എനിക്ക് എന്ത് ചെയ്തിട്ടും വെയിറ്റ് കുറയുന്നില്ല. ഞാൻ ചിലപ്പോൾ എല്ലാം കുറേ ദിവസം ഒരു നല്ല ഭക്ഷണമൊക്കെ നല്ലോണം കൺട്രോളൊക്കെ ചെയ്തിട്ട് വരും. പക്ഷെ എത്ര ചെയ്താലും വെയിറ്റ് പണ്ട് എത്ര ഒരു 2 ദിവസം ഒന്ന് ഡയറ്റൊക്കെ നോക്കിയാൽ കൂടിയ വെയിറ്റ് ഒക്കെ ഒന്ന് തിരിച്ച് പക്ഷെ ഇതെന്തായിട്ടും കുറയുന്നില്ല. അപ്പൊ പിന്നെ ഭയങ്കര ഒരു ഡിസപ്പോയിന്റ്മെന്റ്. അങ്ങനെ അവള് പറഞ്ഞ കാരണമാണ് ഞാനിവിടെ അപ്പൊ തന്നെ. പിന്നെ ഞാൻ വേറെ ഒന്നും ആലോചിച്ചിട്ടില്ല. അവള് പറഞ്ഞ് എന്തായാലും ചേച്ചിക്ക് ഒരു മാറ്റം ഉണ്ടാവുമെന്ന് ഇതാക്കുക. ഈ അന്ന് സ്വപ്ന ചേച്ചി വരുമ്പോ ഭയങ്കര അപരിചിതമായിട്ടുള്ള ഒരിടത്തേക്ക് എത്തിയ പോലെ. അതെ അതെ അതെ, ഒരു ടെൻഷനായിരുന്നു എനിക്ക് അന്ന്. പക്ഷെ 2 ദിവസം കൊണ്ട് ഇവിടുത്തെ ഒരാളായി. ശരി ശരി, അതെ. ഓക്കെ, ഇവിടെ വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന പെയിനുകളുടെ ഒക്കെ അവസ്ഥ എങ്ങനെയാ ഇപ്പൊ? പെയിൻ നല്ല നീ പെയിൻ ഉണ്ടായിരുന്നു. അത് നല്ല മാറ്റമുണ്ട്. പിന്നെ കാലില് സ്വെല്ലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ എണീക്കുമ്പോ ഒക്കെ ഫേസ് ഒക്കെ നല്ല പഫിനെസ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു 14 ഡേയ്സ് എനിക്ക് അത് ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല. എന്നെ അതേപോലെ പോയിട്ട് അതൊന്ന് കൺട്രോൾ ചെയ്യണം. ഇതൊക്കെ കുറയ്ക്കാനായിട്ടേ വലിയ എഫേർട്ട് എടുത്തു എന്നുള്ളൊരു തോന്നലുണ്ടോ? ആദ്യം വരുമ്പോ ഭയങ്കര അയ്യോ അവൾ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വാട്ടർ ഫാസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഞാൻ വിചാരിച്ച ഓക്കെ ഒരു 2 ദിവസം കഴിഞ്ഞാൽ നോക്കാം, ട്രൈ പറ്റിയിട്ടില്ലെങ്കിൽ തിരിച്ചു പോവാലോ. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ട് വന്നതാ. അപ്പൊ ഫസ്റ്റ് ഡേ ഫ്രൂട്ട്സ്. അപ്പം അങ്ങനെ വിശപ്പ് അങ്ങനെ വലിങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫുള്ളി എൻഗേജ്ഡ് ആണല്ലോ. അപ്പൊ അത് ഒരു വിശപ്പ് തോന്നാനുണ്ട്, ഒരു ഗ്യാപ്പ് കിട്ടും. അതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടാത്തതുകൊണ്ട്. രാവിലെ ഫ്രൂട്ട്സ്, അത് കഴിഞ്ഞിട്ട് നടക്കാൻ പോവും. പിന്നെ അത് രാവിലെ യോഗ, അത് അങ്ങനെ ഓരോ 1 ആഫ്റ്റർ ദി അതർ സംതിങ് ആയിട്ട് ഞങ്ങള് ഫുള്ള് ഓക്യുപ്പൈഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ആ വിശപ്പ് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ മനസ്സിലായിട്ടില്ല. പിന്നെ ആ ട്രാൻസിഷൻ ഒരു ഫ്രൂട്ടും പിന്നെ ഭക്ഷണം, പിന്നെ നെക്സ്റ്റ് ഡേ റോ വെജിറ്റബിൾസും അതൊക്കെ ഒരു ട്രാൻസിഷൻ വാസ് നോട്ട് വെരി ഡിഫിക്കൾട്ട്. പിന്നെ വെള്ളം കടക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എത്ര ദിവസം ചെയ്യാൻ പറ്റൂന്ന്. പക്ഷെ ഒരു 5 ഡേയ്സ് പിടിച്ചു നിന്ന്. ഒരു 2 ഡേയ്സ് നമുക്ക് അത്ര കഷ്ടപ്പാടായിരുന്നു ഒരു തോന്നലുണ്ടോ? വിശപ്പും ക്ഷീണവും? വിശപ്പ് ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാ ദിവസവും എനിക്ക് തോന്നുന്നു കുറച്ച് സ്മൂത്ത് ആയിട്ട് പോയി. ക്രേവിങ്സ് ഒക്കെ ഇടക്ക് വരും. പക്ഷെ അപ്പൊ വെള്ളം കുടിക്കും, എന്തെങ്കിലും ജീരക വെള്ളം കുടിക്കും. അപ്പൊ അത് ക്രേവിങ്സേ വരുന്നുള്ളൂ, വിശപ്പ് അപ്പോഴും ഇല്ല വിശപ്പ് വരുന്നില്ല. 5 ദിവസമൊക്കെ ഒരാൾക്ക് വിശക്കാതിരിക്കുന്നു എന്ന് പറയുമ്പോ ഇത് ഫാസ്റ്റിംഗ് ചെയ്യുന്നതിന് മുൻപ് അതൊരിക്കലും പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായി. ഇല്ല ഒരിക്കലും ഞാൻ പട്ടിണി പിടിച്ചിരിക്കാം എന്നുള്ളതല്ലാതെ വിശപ്പില്ലാതെ 5 ദിവസം എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ചിട്ട് എങ്ങനെ ഇപ്പൊ പറയാൻ പറ്റുന്നത്? ഇപ്പൊ എടുത്തൊരാളാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു എനിക്കൊരു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും എന്റെ മൈൻഡിലെ ക്രേവിംഗ് ആണോ സ്റ്റമക്കിലെ ഒരു വിശപ്പാണോ എന്ന്. അത് അറ്റ്ലീസ്റ്റ് എനിക്ക് അല്ലെങ്കിൽ വെറുതെ അത് കണ്ട അത് എടുത്ത് കഴിക്കും, ഇത് കണ്ട ഇത് എടുത്ത് വെറുതെ അവിടെ പോവാന്ന് പറയുമ്പോ അവിടെ പോയി അത് കഴിക്കും. ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് ഒരു തോട്ട് വരുമോ, വിശന്നിട്ടില്ലല്ലോ, ഇനിയിപ്പോ അത്ര വേണ്ട, ഇപ്പൊ വേണ്ട, കുറച്ചും കൂടി വെയിറ്റ് ചെയ്താ. അതായത് നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക് വിശപ്പുണ്ടാവുക എന്ന് പറയുന്നതും ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഹങ്കറും ഇത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റി.
അപ്പൊ ഇമോഷനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണമല്ല കഴിക്കേണ്ടത്, വേറെന്താണെന്ന് വെച്ചാൽ അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതെ അതെ അതെ. ശരീരത്തിൽ വിശപ്പുണ്ടാകുമ്പോഴേ ഭക്ഷണം വെച്ചിട്ട് ഫില്ല് ചെയ്യേണ്ടതുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ഇപ്പൊ വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. വേറെ ഇപ്പൊ എന്തൊക്കെയാ, വെയിറ്റ് കുറയണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതിനിപ്പോ 2 ആഴ്ചയിൽ 5 കിലോ വെയിറ്റ് കുറഞ്ഞു. വെയിറ്റ് അങ്ങനെ എൻ്റെ ഞാൻ പെട്ടെന്ന് നല്ലോണം തടിച്ചിട്ടുണ്ടായിരുന്നു, അതിനൊരു ചെറിയൊരു മാറ്റം. പക്ഷെ എൻ്റെ ഒരു നോർമൽ വെയിറ്റിലോട്ട് ഇനും എത്താൻ കുറച്ച് ടൈം എടുക്കും, ഇനും ഒരു 5-6 കിലോ ഇനും കുറയണം. ഇനിയിപ്പോ ഗ്യാസുമായി ബന്ധപ്പെട്ട ഡൈജഷന്റെ വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഗ്യാസിന്റെ വിഷയങ്ങൾ എനിക്ക് അങ്ങനെ ഡൈജഷൻ, അസിഡിറ്റി അങ്ങനത്തെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കൊരു ബ്ലോട്ടിങ് വരും. അപ്പൊ ഇപ്പൊ എന്താ ഫുഡ് കോമ്പിനേഷൻസ് എന്ത് കാരണം അത് അങ്ങനെ വന്ന് അതൊക്കെ തിരിച്ചറിയാൻ പറ്റി. അത് മതി, കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ പരിഹാരം നമ്മുടെ സ്വന്തം. അതെ 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 അതെ. ഓക്കെ. പിന്നെ ബ്രീത്ത് വളരെ ഹെവി ആയിരുന്നു. ഭയങ്കര ഒരു ബ്രെത്ത്ലെസ്നെസ്. അതിപ്പോ ഈ പ്രാണായാമ ഡെയിലി ചെയ്ത് എല്ലാ ദിവസവും ഞാൻ പ്രാണായാമ അത് കാരണം എനിക്ക് തോന്നുന്നു ഒരു ലങ്സ് എക്സ്പാൻഷൻ ഒക്കെ കുറച്ചും കൂടി ഒരു എന്താ പറയുന്ന ആ ഒരു ഓമിന്റെ എക്സ്റ്റൻഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇല്ലെങ്കിൽ അത് പകുതി വെച്ചിട്ട് ഇങ്ങനെ ബ്രേക്ക് ആവും. അപ്പൊ ഇപ്പൊ എന്തായാലും ഈസി ആയിട്ട് ബ്രീത്തിങ്ങും ചെയ്യും. അതെ അതെ. അത് ഓവറോൾ നമുക്കിപ്പോ ചികിത്സയിലേക്ക് കയറിയോണ്ട് നമ്മുടെ ശരീരത്തിലും മൈൻഡിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു ചേഞ്ച് എപ്രകാരമായിരിക്കും? അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്തൊക്കെ? ഫുഡിനോടുണ്ട് ഒരു അപ്രോച്ച് മാറി. മെയിൻ അതാണ്. കുറച്ചും കൂടി മൈൻഡ്ഫുള്ളി ഈറ്റിങ് എങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ സൈലൻസിൽ ഇരുന്നതിന്റെ ഒരു ബെനിഫിറ്റ്സ് ഒക്കെ ഡോക്ടർ പറഞ്ഞ കാരണം അതും ഞാനും എൻ്റെ മൈൻഡ് ഭയങ്കര ഒരു റെസ്റ്റ്ലെസ് മൈൻഡാ. അപ്പൊ അത് മാക്സിമം എനിക്കിവിടെ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും ഞാൻ ഭയങ്കര ഒരു റെസ്റ്റ്ലെസ് ആയിട്ടുണ്ട് ഒരാളാണ്. അപ്പൊ ഇപ്പൊ ഒരു ലാസ്റ്റ് ഒരു 3-4 ഡേയ്സ് എനിക്ക് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മൈൻഡ്ഫുൾനെസ്സും സൈലൻസ് ഇരിക്കണം. നമ്മൾ ആ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അതെ. അതിൽ തന്നെ ഇപ്പൊ 3-4 ദിവസമായിട്ട് മൈൻഡ് നമ്മൾ പറയുന്നിടത്തേക്ക് പതുക്കെ വന്ന് തുടങ്ങും എന്ന് പറയുമ്പോൾ വളരെ ഫാസ്റ്റ് ആണ് വാസ്തവത്തിൽ. നമ്മളുടെ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പ്രകൃതം അതിനപ്പാടെ അങ്ങോട്ട് മാറ്റുന്ന തരത്തിലുള്ളതായിട്ടുള്ള ഒരു ചേഞ്ച് അല്ലേ ഇപ്പൊ. ശരി. അപ്പൊ എന്തായാലും തുടർന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ തീരുമാനമായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 15-20 മിനിറ്റ്സ് ഡെയിലി ചെയ്തിട്ട് അങ്ങനെ ഗ്രാജുവലി ഒന്ന് കൂട്ടിക്കൊണ്ടുവരാം. എന്റെ വീട്ടിലും എല്ലാവരും പറയുന്നത് ഭയങ്കര എപ്പോഴും ഇങ്ങനെ അങ്ങനെ. അപ്പൊ അതൊന്ന് കൺട്രോൾ ചെയ്തിട്ട് ഇവിടെ കുറെ അത് എല്ലാവരും ചെയ്യുമ്പോൾ ഞങ്ങളുടെ മൈൻഡ് ഒന്ന് ഇതാണല്ലേ എത്തുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ എങ്ങനെയായിരിക്കും ഇനിയിപ്പോ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരിക്കുക? ഇതേപോലെ ഒരു കുറെയൊക്കെ മൈൻഡ്ഫുള്ളി ഈറ്റിംഗ്, മൈൻഡ്ഫുള്ളി ബ്രീതിങ്, പിന്നെന്താ പറയുന്ന തോട്ട്സ് വന്നോണ്ടേ ഇരിക്കും. പക്ഷെ അത് എത്രത്തോളം എങ്ങനെ അത് അങ്ങനെ പോയി അതൊക്കെ കുറെ ഒരു അവയർനെസ് വന്ന് ലൈഫിനെ പറ്റി പുറകെ പോകുന്നില്ല. അതെ അതെ. എല്ലാം വന്ന് പൊയ്ക്കോട്ടെ എന്ന തരത്തിലായിട്ട്. അതെ. പിന്നെ ഇപ്പൊ മെഡിറ്റേഷന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു ബെനിഫിറ്റ് കണ്ടു. പിന്നെ നമ്മുടെ മനസ്സിൽ ഇപ്പൊ സ്ട്രെസ്സുകളെ എങ്ങനെയാണ് ഇനി ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക? ഇപ്പൊ ഇവിടുത്തെ കുറെ ഒരു നോളജ് വെച്ചിട്ട് ഡെയിലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് പ്രാക്ടീസ് ചെയ്യണം. അതേപോലെ ക്ലാസ്സസ് ഒക്കെ ഒന്നും കൂടി നോക്കണം. പിന്നെ വീഡിയോസ് ഒന്നും ഞാൻ ഇതുവരെ കറക്റ്റ് ആയിട്ട് കണ്ടിരുന്നില്ല. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിയിട്ടാകുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു ഇത് കിട്ടും. പിന്നെ ഇവിടുത്തെ ഒരു എല്ലാവരുമായിട്ട് ഒരു ഇന്ററാക്ഷൻ ആകുമ്പോൾ ഞങ്ങൾക്ക് ആ സ്ട്രെസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ യോഗ ക്ലാസ് ജോയിൻ ചെയ്യാം അതെ അതെ. അപ്പൊ അതും റെഗുലർ ആയിട്ട് ചെയ്തു പോകും. പിന്നെ എല്ലാവരും നല്ല ആൾക്കാരെ പരിചയപ്പെട്ട് ഒരു ഫാമിലി പോലെ എല്ലാവരും ഗെയിംസും കാര്യങ്ങളും അത് നല്ലൊരു ശരിക്കും ഇപ്പൊ ഒരു ഒട്ടും പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് വരുന്നു, കുറച്ച് ദിവസങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു, പക്ഷെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാക്കുന്നു. അതെ അതെ. പിന്നെ ഇപ്പൊ സ്വപ്ന ചേച്ചി പോകുമ്പോ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 2 ആളുകളിൽ ഒരാൾ പോകുന്നു എന്നൊക്കെ പറയുന്നത്. അതെ 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 അതെ. അത് ശരി. എന്താ പറയുന്നത്, നമ്മുടെ ഒരു മെയിൻ കഥാപാത്രം അതൊരു ഭയങ്കര സന്തോഷം. എല്ലാരും ഭയങ്കര എന്റെ ഒരു സ്വഭാവത്തിനോ ആ ഒരു ഞാൻ ജനറലി ഞാനൊരു ഭയങ്കര എനർജറ്റിക് ആളാണ്. അപ്പൊ അതിനെ അതേപോലെ അക്സെപ്റ്റ് ചെയ്ത് അതൊക്കെ ഒരു ഭയങ്കര ഒരു സന്തോഷം. അപ്പൊ ഇങ്ങനെ ഒന്ന് ഇവിടെ ഉണ്ടായ ഒരു സന്തോഷം ഉണ്ടല്ലോ, ഈ സന്തോഷം ഉള്ളില് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കണം. ഇത്രയും സന്തോഷം നമ്മുടെ ഉള്ളിൽ ഇരിപ്പുണ്ട് എന്നാ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നിന്ന് കിട്ടിയ സന്തോഷം എന്നല്ല. അതെ. ഇവിടെ വന്നപ്പോ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള സന്തോഷിക്കാനുള്ള സാധ്യതയെ പരമാവധി പുറത്ത് കാണാൻ പറ്റി. അതെ. പക്ഷെ ഇത്രയും സന്തോഷം അകത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ജീവിക്കുന്നത് മനസ്സിലാക്കാറുണ്ട്. എന്നിട്ട് ആ സന്തോഷത്തെ നമ്മുടെ ഇനി തുടർന്നുള്ള ജീവിതത്തിലും കണ്ടുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ അനുഭവത്തിൽ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുക. പിന്നെ അതെ. പിന്നെ വേറെ ഈ നഴ്സുമാരും ഡോക്ടേഴ്സും ഒക്കെ ഭയങ്കര അറ്റൻറ്റീവ് ആണ്. എന്തുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര ഒരു കെയർ ആയിരുന്നു. അതൊക്കെ ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നന്നായി. അപ്പൊ സന്തോഷമായി. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.